വി.എസ്. സുനിൽകുമാറിന്റെ ഫ്ലക്സിൽ ക്ഷേത്രം, തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി. വി. മുരളീധരനു പിന്നാലെ ഫ്ലക്സ് വിവാദത്തിൽപ്പെട്ട് തൃശൂരിലെ എൽ.ഡി.എഫ് സ്ഥാനാർത്ഥി വി.എസ്. സുനിൽകുമാറും. ക്ഷേത്രത്തിന്റെയും തേവരുടെയും ചിത്രം പതിച്ച ഫ്ലക്സ് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ഉപയോഗിച്ചതിന്റെ പേരിൽ സുനിൽകുമാറിനെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി. തൃശൂർ എം.പി. ടി.എൻ. പ്രതാപനാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയത്. തൃശൂർ ചിറക്കൽ സെന്ററിലാണ് ഫ്ലക്സ് പതിച്ചത്. മതസ്ഥാപനങ്ങളുടെയും മതചിഹ്നങ്ങളുടെയും ചിത്രം ഉപയോഗിക്കരുതെന്ന തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം ലംഘിച്ചെന്നാണ് പരാതി. ആറ്റിങ്ങലിലെ ബി.ജെ.പി. സ്ഥാനാർത്ഥി വി. മുരളീധരനെതിരെയും സമാനമായ പരാതി തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുന്നിലുണ്ട്. പ്രചാരണ ഫ്ലക്സിൽ വിഗ്രഹത്തിന്റെ ചിത്രം ഉൾപ്പെടുത്തിയെന്നാണ് മുരളീധരനെതിരെയുള്ള പരാതി. ഇടത് സ്ഥാനാർത്ഥിയായ സുനിൽകുമാറിനെതിരെ നേരത്തെ ടൊവിനോ തോമസിന്റെ ചിത്രം ദുരുപയോഗം ചെയ്തുവെന്ന പരാതിയും വന്നിരുന്നു. ഇതിൽ അദ്ദേഹത്തിന് താക്കീത് നൽകിയിരുന്നു. തൃപ്രയാർ തേവരുടെ ചിത്രം സുനിൽകുമാർ ഫ്ലക്സിൽ ഉൾപ്പെടുത്തിയെന്നാണ് പരാതിയിൽ പറയുന്നത്. അതേസമയം നേരത്തെ തന്റെ ചിത്രം പ്രചരണത്തിനായി ആരും ഉപയോഗിക്കരുതെന്നും അത് നിയമവിരുദ്ധമാണെന്നും ടൊവിനോ തന്നെ വ്യക്തമാക്കിയിരുന്നു. ഇതേ തുടർന്ന് സുനിൽകുമാർ ഫോട്ടോ സോഷ്യൽ മീഡിയയിൽ നിന്ന് നീക്കം ചെയ്തിരുന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ബ്രാൻഡ് അംബാസഡർ കൂടിയാണ് ടൊവിനോ തോമസ്. മതം, ജാതി, ദൈവം എന്നിവയുടെ പേരിൽ വോട്ട് ചോദിക്കുന്നത് തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ട ലംഘനമാണ്. കമ്മീഷൻ ഇക്കാര്യത്തിൽ എന്ത് നടപടിയെടുക്കുമെന്ന് ഉറ്റുനോക്കുകയാണ് മുന്നണികൾ.